ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന സമയത്ത് തന്നെ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടും എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് പറയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ മുന്നേ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിൽ പോയിട്ടുള്ള ഒരു ദിവസം എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയതായിരുന്നു. അപ്പോഴത്തേനും അവിടെ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പിന്നെ അനിയനും വരുന്നുണ്ട് കേട്ടോ. അവൻ എന്തോ മുഖമൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുത്തതാണ്. അപ്പോൾ അവൻ വരുന്നുണ്ട്. അവൻ വേറെ ബൈക്കിലാട്ടോ വരുന്നത്. ഞങ്ങൾ വീട്ടിലത്തെ വണ്ടിയിൽ ആണ് പോണത്, ഓട്ടോയിലാണ് പോണത് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ, ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുക. വീട്ടിൽ നിന്ന് അച്ഛൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടോപ്പ് കുറേ ആയിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ, ടോപ്പ് മാത്രം. അതിപ്പോഴാണ് ഒന്ന് ശരിയാക്കിയിട്ടൊക്കെ ഇട്ടത്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അനിയത്തിയുടെ ഭർത്താവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഒരു ഓട്ടോയിലാണ് പോണത്. അനിയൻ വേറെ അവൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെ അവർ ബൈക്കിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഏട്ടൻ വന്നിട്ടില്ല കേട്ടോ. ഏട്ടൻ പണിയുണ്ട്, അത് കാരണം ഏട്ടൻ വരുന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമ്മയും വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അമ്മ കവറിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, ഇപ്പോൾ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 3 മണി ആ ഒരു സമയത്താണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെ നിന്ന് പോണ ഒരു ടൈമിൽ നല്ല വെയിലും കാര്യങ്ങളായിരുന്നു. അപ്പോൾ മണ്ണാർമല അവിടെയുള്ളൊരു പാർക്കിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ പെരിന്തൽമണ്ണ എത്താനായപ്പോഴത്തേനും അവിടെ നല്ല മഴയും ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പകുതി വെച്ച് തിരിച്ചു വരണം എന്നൊക്കെ വിചാരിച്ചു. പിന്നെ മഴയൊന്ന് കുറവായപ്പോൾ വീണ്ടും ഞങ്ങൾ പോയിട്ട് പാർക്കിന് മുന്നിൽ ഇതങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറണോ അതോ വീട്ടിലേക്ക് തിരിച്ച് പോരണോ അങ്ങനെയൊക്കെയുള്ള ഒരു ഇതിലാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ കുട്ടികളാണെങ്കിൽ അതിനൊന്നും സമ്മതിക്കണമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മഴയുടെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ പുറത്ത് കുറേ സമയം ഇങ്ങനെ നിന്നു കേട്ടോ. ഈ ഒരു പാർക്കിൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് കേട്ടോ നോക്കണേ. അവിടെ എഴുതിയത് ജിസാൻ അഗ്രികൾച്ചർ പാർക്ക് എന്നാണ് അവിടെ കാണുന്നത്. അതാ തോന്നുന്നു കേട്ടോ പേരെന്തായാലും. അപ്പം എല്ലാവരും അവിടെ വന്നവരൊക്കെ കുറേ മഴയൊക്കെ കൊണ്ടിട്ടാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ ഞങ്ങളിപ്പം ഇനിയിപ്പോൾ എന്താ കുട്ടികളെ കണ്ടല്ലേ പോയിന്, അപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ അവിടെ നിന്നു. പക്ഷേ കുട്ടികൾ സമ്മതിക്കണില്ല കേട്ടോ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ സമയം അവിടെ ഇങ്ങനെ നിന്നപ്പം ഒരു വെയിലൊക്കെ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പേര് വന്നിട്ട് തിരിച്ച് പോയി കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വെയിലായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടേക്ക് അങ്ങനെ തന്നെയാവും വിചാരിച്ചു കേട്ടോ. മഴയുടെ ആ ഒരു ഇതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പകുതി എത്തിയപ്പം നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നില്ല കേട്ടോ. ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പോൾ കുറച്ച് വെയിലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ പാർക്കിലേക്ക് കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. കുട്ടികളെ വെറുതെ ഒന്ന് കാണിച്ചിട്ടെങ്കിലും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആനുമോളും ആദിമോളും പൊന്നും ഒക്കെ അതിൻ്റെ പാർക്കിലേക്ക് കയറേണ്ട ആ ഒരു ഇതിലാണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾ അവർ രണ്ടാൾക്കും പിന്നെ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും അപ്പം അവരും അങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ നിന്നപ്പം പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ടിക്കറ്റൊക്കെ എടുത്ത് കയറി കേട്ടോ. അപ്പം അതുവരെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഴയൊക്കെ തീരെ പോയിട്ടോ. മഴ തീരെ ഇല്ലാതായിട്ടോ. പിന്നെ മഴ പെയ്തില്ല. പിന്നെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ പോണ സമയത്ത് അവിടെ ഗേറ്റിൻ്റെ അവിടെ ആയിട്ടാണ് കേട്ടോ ഒരു ഗൊറില്ലയുടെയൊക്കെ വലിയൊരു പാറയുണ്ടാക്കിയിട്ടുള്ള ഒരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ആദ്യം ഇങ്ങനെ കടന്നു, ഞങ്ങൾ അകത്തേക്ക് കടന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചെടികൾ അതുപോലെ വലിയ മരങ്ങൾ അതൊക്കെയാണ് കേട്ടോ കാര്യമായിട്ട് ഉള്ളത്. അപ്പോൾ ഒരു സൈഡിൽ കൂടെ അതിൽ എനിക്ക് തോന്നുന്നു അത് വിൽക്കാനൊക്കെ വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ചക്ക മാങ്ങ അങ്ങനെയുള്ള പ്ലാവ് പ്ലാവ് മാവ് അങ്ങനെയുള്ള തൈകൾ കേട്ടോ. പിന്നെ നമ്മുടെ ഈ അല്ലാണ്ടുള്ള ചെടികളില്ലേ, ഈ എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെയൊക്കെ, അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ നടന്നിങ്ങനെ നീങ്ങാണ്. അപ്പം
എനിക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കൊണ്ട് എല്ലാം പാടെ ശരിയാവില്ല കേട്ടോ. അപ്പോൾ അവരെയൊക്കെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് ഞാൻ ബാക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോന്നു. മഴ ഇനി പെയ്യുമെന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഫുള്ളും കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ എല്ലാവരും ഇങ്ങനെ മുകളിലേക്ക് നടന്നുകൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ 2 സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള വഴികളിൽ കൂടെ അത് കൂടെ നടന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കുതിര ചെറുതായിട്ടൊന്ന് ഇടഞ്ഞപ്പം ഞാൻ വേഗം ഇങ്ങോട്ട് നടന്ന് നീങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഇതാ കുട്ടികൾക്ക് തലയിൽ ഇങ്ങനെ തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്, തൊപ്പിയല്ല ടവലൊക്കെ ഇട്ടിട്ട്, ഞങ്ങൾ ഈ മഴയുടെ കാര്യം ഞങ്ങളുടെ ഒരു മൈൻഡിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും എടുത്തതൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് ടവലൊക്കെ തലയിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഞങ്ങളിതാ നീങ്ങിക്കൊണ്ട് പോവാണ്, മേളിലേക്ക് നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഇതാ കടലാസ് ചെടികളും പലതരത്തിലുള്ള ചെടികളും ഒക്കെ ഉണ്ട്, കാണാൻ വേണ്ടിയിട്ട് അതിമനോഹരമാണ് കേട്ടോ അവിടെ. അപ്പോൾ ഇവിടെ കോടയൊക്കെ ഇറങ്ങണ ആ ഒരു ഇതാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ കുറച്ച് സമയം നിന്ന് പിന്നെ നോക്കുമ്പം കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മഞ്ഞ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് എന്തായാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവർക്ക് എങ്ങനെയെങ്കിലും കളിക്കാനുള്ള യന്ത്രങ്ങൾക്കൊക്കെ ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലൊക്കെയാണ് കേട്ടോ നടന്ന് നീങ്ങണത്. ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് തന്നെ അത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനിയത്തി ഇത് ആരോ പറഞ്ഞ് കൊടുത്തതാണ് കേട്ടോ, ഇങ്ങനെ ഒരു പാർക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഫോണിലൊക്കെ നോക്കിയപ്പോൾ ഇത് കണ്ടു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും സ്കൂൾ പൂട്ടിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകണമെന്നായി പറഞ്ഞവർ സ്വൈര്യം കെടുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പം അമ്മ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം അമ്മയുടെ കയ്യിൽ അതാണ് കേട്ടോ ഒരു കവറ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത്. പിന്നെ അത് ഞങ്ങൾ ഒന്നാമത് ടൈം വൈകിട്ടുണ്ടായിരുന്നു, പിന്നെ അത് ഓരോരോ ഫാമിലിക്ക് ഇത്ര ടൈമിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിൽ കയറലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞപ്പം അത് ക്യാൻസൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മേളിലേക്ക് നടന്നു പോയപ്പോൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കേണ്ട എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ അതിൽ കുറേ സമയം നിന്നു ഞങ്ങൾ കേട്ടോ. ഊഞ്ഞാല അതല്ലാതെ ഉരസണ സാധനങ്ങൾ, പിന്നെന്താ ഒരു വിമാനത്തിൻ്റെ സംഭവം, അതൊക്കെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കളിക്കുന്നത്. അതിലൊക്കെ കുട്ടികളൊക്കെ കയറി മഴ നനഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ എല്ലാം നനഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് അതൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടപ്പം പിന്നെ അവരതിൽ നിന്നും അതൊക്കെ അതിൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിലൊക്കെ ഓടിയിട്ടും ചാടിയിട്ടും ഒരു സീറ്റും അങ്ങനെയൊക്കെ. അപ്പം ഞങ്ങൾ കുറച്ച് സമയം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടി. സ്കൂള് പൂട്ടി അന്ന് മുതൽ പറയാൻ തുടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അനുമോളും പൊന്നും ഒക്കെ. പാർക്കിക്ക് പോകണം എന്താണെന്നൊന്നും ഇല്ല കേട്ടോ, ഏതെങ്കിലുമൊക്കെ ഒരു പാർക്കിക്ക് പോകണം എന്നുള്ളത്. അപ്പം അനിയത്തി ഇങ്ങനെ അവരെ ഒരു ഫാമിലിയിൽ അവിടെ ഇങ്ങനെ ആരോ പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിൻ്റെ കാര്യം, ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് ഒക്കെ ഉള്ള കാര്യം അവർ പറഞ്ഞു കൊടുത്തതാണ്. അങ്ങനെ ചോദിച്ച് അറിഞ്ഞ് പിന്നെ ഫോണിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയൊക്കെ ചെയ്തപ്പോൾ ഈ ഒരു പാർക്കിൻ്റെ ഇതൊക്കെ കണ്ടു. അങ്ങനെ വന്നതാണ് കേട്ടോ വീട്ടിൽ നിന്ന്. കുട്ടികൾക്ക് കളിക്കാനൊക്കെയുള്ള എല്ലാ യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതുകൂടാതെ കുറേ അഡ്വഞ്ചറായിട്ടുള്ള സംഭവങ്ങളും ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കിളിൽ പോണതും പിന്നെ അല്ലാതെ റോപ്പ് പോലെയുള്ളതും അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ അതിനൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ഇങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് കുറേ സമയം കളിച്ചിട്ടോ. ഇവിടെ കുറേ കുട്ടികൾക്ക് കളിക്കാൻ മെയിനായിട്ട് ഇവിടെ കുറേ ഇതുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറേ സമയം നിന്നു. ആകെ കൂടെ പോന്നിട്ടുള്ളത് അവർക്കൊക്കെ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ അത് ചെറിയ കുട്ടികളത് ഈ ഒരു രസന ഈ ഒരു ഇതിൽ കുറച്ച് സമയം അവരെ അവിടെ കളിപ്പിച്ചു കേട്ടോ. കിച്ചുട്ടൻ അതിൻ്റെ മേലെ നിൽക്കുകയാണ് കേട്ടോ. ചിന്നുമോൾ ഇത് അവിടെ ഇങ്ങനെ വരച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൾക്ക് പേടിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ സമയം ഇവിടെ നിന്ന് പിന്നെ മേലൊക്കെ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിന്നാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ചുറ്റും 4 ഭാഗമൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ലൊരു വൈബാണെന്ന് തന്നെ പറയാം കേട്ടോ. ഒരു ഈ സമയമാവുകൊണ്ട് ഒരു കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പോന്നിട്ടാണ് അനിയനും അവൻ്റെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത് ഞങ്ങൾ അടുത്തുള്ളതാട്ടോ, വീടിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അവർ രണ്ടാളും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സമയം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ മേലെ ഭാഗത്തേക്ക് കയറിയിട്ടോ. അപ്പോൾ സ്വിമ്മിംഗ് പൂളും പിന്നെ കുട്ടികൾക്കുള്ള വേറെ അവർക്ക് ബോട്ട്, ഈ വെള്ളത്തിൽ കുട്ടികൾക്ക് ഓട്ടാനുള്ള ബോട്ടില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. അത് മേലെയാണ്. അപ്പോൾ അങ്ങോട്ട് പോയി കുറച്ച് സമയം അമ്മയുടെ അടുത്ത് ഫോണൊക്കെ കൊടുത്തതാണ് കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമ്മ വീഡിയോ ഇങ്ങനെയൊക്കെ പിടിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് വീഡിയോ എടുക്കാനൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അമ്മ ഇങ്ങനെയൊക്കെ വീഡിയോ പിടിച്ചിട്ടുണ്ട്. ഉള്ളത് ഞാനിതെങ്ങനെ ആഡ് ചെയ്തിട്ടോ, അല്ലാതെ അപ്പോൾ എന്നെ കാണാൻ വേറെ വഴിയില്ല. കുട്ടികളൊക്കെ കളിക്കുന്ന ആ ഒരു തിരക്കിലാണ് എല്ലാവരും. ആ 4 ഭാഗം നടന്നുകൊണ്ട് ചുറ്റി നടന്ന് കാണുകയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിങ്ങനെ വീഡിയോയും കൂടി ആകുമ്പോൾ എനിക്കത് കൂടുതലായിട്ടൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം എങ്കിലും വീഡിയോ എടുത്ത് ഇതെങ്ങനെ അപ്ലോഡ് ചെയ്ത് ഇടുമ്പോൾ അതും ഒരു നമ്മളെ ജീവിതത്തിൽ നടന്നിട്ടുള്ളൊരു നല്ല നല്ല നിമിഷങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയല്ലേ നമ്മൾ ഇടേണ്ടത്. അപ്പോൾ അങ്ങനെ എന്താ ഞങ്ങൾ മേളിലേക്ക് നടന്നു പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല, അത് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഈ ചാടി കളിക്കുന്ന ഈ ഒരു ഇതിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നിന്നു. പിന്നെ അതുകൂടാതെ മഴ കാരണം ഇനി കുറച്ച് സമയം ആ ഒരു സൈക്കിള് അതൊക്കെ മേളിൽ കൂടെ പോണതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് സമയം നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചില്ലേ, കോടയൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് കുട്ടികളെ ആ ഒരു ഇതിൽ കയറ്റിയിട്ട് പിന്നെ മേലേക്ക് അങ്ങോട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വരുമ്പോൾ ഇതിലൊക്കെ കയറാമെന്ന് വിചാരിച്ചു കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയൊക്കെ തോന്നും കേട്ടോ. മേളിൽ കൂടെ അതിന് സൈക്കിളിൽ ഇങ്ങനെ പോണേ, പിന്നെ റോപ്പ് പോലുള്ള സംഭവം അതൊക്കെ അപ്പോൾ അതിലൊക്കെ കാണുമ്പോഴത്തേനും നമുക്ക് പേടി തോന്നും കേട്ടോ. പക്ഷെ പൊന്നൂന് അത് കണ്ടപ്പം അതിൽ കയറണം എന്നൊക്കെ ആയിട്ടോ. അപ്പോൾ പിന്നെ വരുന്ന സമയത്ത് മേളിൽ കയറിയിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ നടന്ന് നീങ്ങി പോവുകയാണ്. അവിടെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടൈം ആയില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ആളുകളൊക്കെ കുറവുണ്ടായിരുന്നു. പിന്നെ മേളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആളുകളൊക്കെ. പിന്നെ 2 ഭാഗത്തായിട്ട് ഇങ്ങനെ ചെടികളും മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിറഞ്ഞൊരു നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഓരോരോ ഭാഗങ്ങളും അത്രത്തോളം മനോഹരമാക്കിയിട്ട് വെച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ മേലിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇങ്ങനെ കുട്ടികൾക്കുള്ള ഈ ഒരു ബോട്ടിങ്ങിൻ്റെ ഇതൊക്കെ കേട്ടോ. അപ്പോൾ അതിൽ അനുമോളും പൊന്നും കയറി കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ അതിൽ കുറച്ച് കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും മേലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴാണ് അതിൽ കുട്ടികളെ കയറ്റിയ കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഇങ്ങനെ ഐസ്ക്രീമൊക്കെ വിൽക്കുന്ന ആ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കയറിയിട്ട് ഐസ്ക്രീം ഈ ഒരു സമയത്ത് ഐസ്ക്രീം കുട്ടികൾക്ക് വാങ്ങിക്കൊടുത്താൽ ശരിയാവില്ല തോന്നിയിട്ടോ. ക്ലൈമറ്റ് അങ്ങനെയായിരുന്നു. പിന്നെ ആകെപ്പാടെ അത് കുട്ടികൾക്കത് ശരിയാവില്ല. പിന്നെ ചെറിയൊരു 2 ആളും ഇല്ല, അവർ നല്ല ചെറിയ കുട്ടികളല്ലേ. അപ്പോൾ പിന്നെ അവർക്കത് ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് ഐസ്ക്രീം ഒന്നും വാങ്ങാനൊന്നും നിന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങളത് മേലേക്ക് പോയി, അവിടെയാണ് സ്വിമ്മിങ് പൂൾ ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അതിലൊരു ഫാമിലി മൊത്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് കണ്ട് നിൽക്കാനേ പറ്റിയുള്ളൂ, അവിടെ കയറാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അനുമോൾക്ക് ഭയങ്കര അതായിരുന്നു കേട്ടോ, അവർക്ക് അതിൽ കയറണം എന്നൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നെ ഒന്നാമത് ഏട്ടനും വന്നിട്ടില്ല. അപ്പോൾ ഏട്ടനുണ്ടെങ്കിൽ ഏട്ടനുണ്ടായിട്ടും കാര്യമില്ല, അതല്ല ഞങ്ങൾക്ക് കയറാൻ പറ്റില്ല. പക്ഷെ അവർ ആ ഒരു സ്വിമ്മിങ് പൂളിൽ ഇറങ്ങുമ്പോൾ ആൾ വേണം കേട്ടോ. അപ്പോൾ അതിൽ അങ്ങനെ നമുക്ക് അതിന് മാത്രം ഉണ്ടായിട്ട് നമ്മൾ വരണം. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ മേളിലേക്ക് കയറി. അപ്പോൾ അവിടെ പിന്നെ കാണാനുള്ളത് ഇങ്ങനെയുള്ള കുറേ ഏരിയകളൊക്കെയാണ് കേട്ടോ. അവിടെ കുറച്ച് പോത്തോ ബഫലോസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ കണ്ടു, അതിൻ്റെയൊക്കെ പ്രതിമകളുണ്ട്. അതൊക്കെ കണ്ട് താഴത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. ഏറ്റവും മേളത്തെ ഭാഗം ഇപ്പോൾ കണ്ടതാണ്. അപ്പോൾ അത് കണ്ടിട്ട് താഴത്തേക്ക് ഇറങ്ങിപ്പോയിട്ടോ. അങ്ങനെ മേളിൽ കയറിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് ഇതങ്ങനെ ഇറങ്ങിക്കൊണ്ട് പോന്നു. അപ്പം തന്നെ പിന്നെ സമയമൊക്കെ നല്ല വൈകിട്ടുണ്ടായിരുന്നു, ഇരുട്ടൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് അനുമോളും പൊന്നും അതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമോള് കയറിയില്ല. അപ്പോൾ ഇവിടെ കുറച്ച് സമയം നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തേക്ക് പോയിട്ടോ. പിന്നെ അവിടെ കാണാൻ വേറെ ഒന്നുമില്ല. പിന്നെ ആ ഒരു സ്പോഞ്ചിൽ ചാടി കളിക്കില്ലേ, അത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്
അതിൽ അനുമോള് കയറിയിട്ടുണ്ടായിരുന്നു. അവളൊന്നും ഒന്നിലും മിസ്സാക്കിയിട്ടില്ല കേട്ടോ. അഡ്വഞ്ചറായിട്ടുള്ള ആ ഒരു സംഭവങ്ങൾ മാത്രം പറ്റില്ല, അല്ലാതെ ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മഴയാവുകൊണ്ട് ആ സ്പോഞ്ചും കാര്യങ്ങളൊന്നും അപ്പോൾ അതിലൊന്നും കയറാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ മുകളിലൊക്കെ പോയി താഴത്തേക്ക് വന്നപ്പം പിന്നെ അതിൽ കുട്ടികളൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവൾ അതിലും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം ഇവിടെ നിന്നു. എന്നിട്ട് പിന്നെ താഴത്തേക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരു ഇതിലായിരുന്നു, കാരണം സമയമൊക്കെ വഴുകി ഇരുട്ടൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ അതിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുന്നു കേട്ടോ. അതിൽ പിന്നെ ഇവിടെ ഈ സൈഡിൽ കാണുന്ന സ്പോഞ്ച് ഉണ്ട്, അതൊക്കെ മഴയായിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ശരിയാക്കി. അപ്പോൾ ഇനിയിപ്പോൾ അതിൽ കുറച്ച് സമയം അനുമോൾ കയറി കളിച്ചു. പിന്നെ പൊന്നൂന് ആ സൈക്കിളിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പൊന്നുത് അതിൻ്റെ മേലിൽ ഈ ഒരു സൈക്കിള് ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയൊക്കെ ആവും, പക്ഷെ അവന് അതിൽ പേടിയൊന്നും ഉണ്ടായില്ല കേട്ടോ. അവനതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അതിൽ കയറ്റി. ഇത് ഒരു ഭാഗത്തു നിന്ന് കുറച്ച് ദൂരത്തേക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അങ്ങനെ ഈ ഒരു റോപ്പ് പോലുള്ള സംഭവം അതൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിലൊക്കെ ആളുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊന്നു കയറി പോകണുണ്ടോ അവന് ആ ഒരു സൈക്കിളിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴത്തേക്ക് പോയിട്ട് അതുണ്ടാവും ഒരു പേടിയില്ലാതെ പോണു. എനിക്കിത് കാണുമ്പോഴേ പേടി തോന്നിയിട്ടോ. അപ്പോൾ അവന് ഇറങ്ങിയപ്പം ചോദിച്ചു പേടി ഉണ്ടാകുന്നു ചോദിച്ചപ്പോൾ അത് പേടിക്കാനൊന്നുമില്ല അതിലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് സമയം ഇവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നിന്നു. പിന്നെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങി പോന്നു കേട്ടോ. പിന്നെ ഇരുട്ടായി. അപ്പോൾ ഇവിടെ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മാവ് പ്ലാവ് ഇതൊക്കെ ഉണ്ട്. ഈ മാവിലൊക്കെ നിറയെ കണ്ണിമാങ്ങകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ താഴത്തേക്ക് ഇറങ്ങി പോന്നു. എല്ലാവരും പോയി. ഇനി ലാസ്റ്റ് നമുക്ക് കാണാനുള്ളത് അതുണ്ടോ കണ്ണിമാങ്ങ. ലാസ്റ്റ് കാണാനുള്ളത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു മീൻ പലതരത്തിലുള്ള മീനുകളും പിന്നെ ഇങ്ങനെ ചെറിയ എലി ഓന്ത് അങ്ങനെയുള്ള കുറേ ഇതുകളുണ്ട് കേട്ടോ. അതൊക്കെ കാണാണ്ടായിരുന്നു. ഇതുണ്ടോ ഇതിനൊക്കെ പൊന്നു പിടിച്ചു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായി. ഒന്നും ചെയ്യണമെന്നില്ല കേട്ടോ, പിടിച്ചാലൊന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ പിന്നെ കിളികൾ പലതരത്തിലുള്ള ലവ് ബേർഡ്സുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇവിടെ ഇങ്ങനെ ഇരുട്ടായതുകൊണ്ട് ഇവിടെ വലിയ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് നേരെ ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. കണ്ടോ ഈ ഒരു കിളീനെ കുറേ സമയം ഇതിനിങ്ങനെ തോളത്തൊക്കെ വെച്ച് നിന്ന് കേട്ടോ. അതിനൊരു കുഴപ്പമില്ല, അതങ്ങനെ ഇറങ്ങിപ്പോകണമെന്നില്ല കേട്ടോ. പിന്നെ പലതരത്തിലുള്ള കോഴികൾ അരയന്നങ്ങൾ അങ്ങനെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്